ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോ ഓഫ് അട്രാക്ഷനിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് 11x11 ടെക്നിക്ക്. 11-11 ടെക്നിക്ക്. അപ്പോ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു റിസൾട്ട്, അതിന്റെ സക്സസ് സ്റ്റോറി എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തുന്നതാണ്. എന്താണ് ഈ ഒരു ടെക്നിക്ക് എന്നും അത് ചെയ്യേണ്ട രീതി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ പറയാം. ശരിക്കും ഈ ഒരു ടെക്നിക്ക് ഏറ്റവും പവർഫുൾ ആയിട്ട് വരുന്നത് പറയപ്പെടുന്നത് നവംബർ മാസം 11-ാം തീയതി 11:11 PM ഇത് ചെയ്യുന്നതാണ് ഏറ്റവും അതിന്റെ ഒരു ശക്തി. അതായത് നമ്മൾ നടക്കില്ല എന്ന് കരുതുന്ന എത്ര വലിയ അതായിട്ടുള്ള ഒരു ആഗ്രഹവും, അത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും നമ്മൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുമെന്ന് പറയുന്ന അത്രയും ശക്തിയുള്ള ഒരു ഡേ ആയിട്ടാണ് 11-11. അപ്പൊ ആ 11-11 എന്നുള്ളത് എല്ലാം വരണമെങ്കിൽ 11 എന്ന് പറയുമ്പോൾ 11-ാമത്തെ മാസം നവംബർ എത്തണം. നവംബർ 11-ാം തീയതി 11 എന്ന് പറയുന്ന ഡേറ്റ് വരണം. അതിൽ 11-11 PM ആണ് നമ്മൾ ഏറ്റവും, കാരണം എന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മൾ പറയില്ലേ ലോ ഓഫ് അട്രാക്ഷനിൽ ഓരോ ടെക്നിക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഉറങ്ങി എഴുന്നേറ്റ ഉടനെയോ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ടൈമിൽ നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും അത് നമ്മുടെ ചിന്തകളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റിസൾട്ട് കിട്ടുക എന്ന് പറയും. അതുകൊണ്ടാണ് 11-11 PM എന്ന് തന്നെ അതിനകത്ത് പറയാനായിട്ട് കാരണം. ഇനി അന്ന് വരെ, അതായത് ഇപ്പോ ഈ ഒരു ആഗ്രഹം നമുക്ക് നടത്തണമെങ്കിൽ ഇനി നവംബർ മാസം വരെ വെയിറ്റ് ചെയ്യണം എന്നൊന്നും ഇല്ല. 11-11 എന്നുള്ളൊരു കാര്യം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാന് ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പേയാണ്. ആ 2 ആഴ്ചകൾക്ക് മുമ്പേ അത് എഴുതി 11 PM എന്നുള്ളതും ഞാന് ഇത് അപ്ലൈ ചെയ്തില്ല കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഉറക്കത്തിൻ്റെതായ ചെറിയൊരു പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി 11-11 വരെ കാത്തിരുന്നൊന്നുമില്ല. ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു സമയത്താണ് ഇത് അപ്ലൈ ചെയ്തത്. ഇനി 11-11 PM തന്നെ ഇത് ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിൽ അലാറം സെറ്റ് ചെയ്തുകൊണ്ടോ, രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നവരാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തന്നെ ഇത് 11 ദിവസം 11 തവണയാണ് എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒന്നുകിൽ 11 മണി അല്ലെങ്കിൽ ഒരു 11:05 ഒക്കെ ആകുമ്പോൾ ഒന്ന് അലാറം വെച്ച് നമ്മളത് റെഡി ആയിട്ടിരുന്ന് ചെയ്യാം. പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. ആദ്യം തന്നെ എല്ലാ ടെക്നിക്കുകളും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റിലെ നമ്മുടെ ആഗ്രഹം എന്താണോ അത് ചൂസ് ചെയ്യുക. നമ്മുടെ നടക്കേണ്ടതായിട്ടുള്ള ഒരു ആഗ്രഹത്തെ നമ്മൾ തെരഞ്ഞെടുത്ത് വെക്കുക. അത് ഒരു പോസിറ്റീവ് അഫർമേഷൻ ആക്കി മാറ്റുക. പോസിറ്റീവ് അഫർമേഷൻ ആക്കി മാറ്റിയതിന് ശേഷം നമ്മളിത് എഴുതുമ്പോൾ അതിലേക്ക് ആ ഒരു ഫീലിങ്സ്, തീർച്ചയായിട്ടും ആ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മളിത് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷനിൽ എഴുതി അതിനോടൊപ്പം നന്ദി എന്നുള്ളൊരു മാന്ത്രിക വാക്ക്, ഗ്രാറ്റിറ്റ്യൂഡ്, അതും ആ ഒരു സെന്റൻസിൽ നിർബന്ധമായിട്ടും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് എഴുതുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മളൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു ബുക്ക് ആണെങ്കിൽ ബുക്ക്, ഞാൻ ഇതിനകത്ത് കാണിക്കാം ഞാൻ എങ്ങനെയാണ് എഴുതിയെന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പൊ ഒരു ബുക്ക് എടുക്കുക. ആ ബുക്കിന്റെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ 11-11 എന്നുള്ളത് കൊടുക്കുക. 11-11 എന്ന സംഖ്യ എഴുതി അതിന് താഴെ എന്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് കൊടുക്കുക. അതിപ്പോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഒന്നെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് മാത്രം കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം എനിക്ക് നടത്തി തന്നതിന് നന്ദി എന്നുള്ള രീതിയിലോ കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം 1 2 3 4 5 6 അങ്ങനെ 11 വരെ നമ്മുടെ നമ്പർ ഇട്ടിട്ട് ഓരോന്നും നമ്മൾ എഴുതുകയാണ്. എഴുതുമ്പോ ഞാനിത് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എഴുതിയത്. എന്റെ ആഗ്രഹം എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ആഗ്രഹം എന്തായിരുന്നു എന്നുള്ളതും അത് സാധിച്ചതും ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് നമുക്ക് ഓരോന്നും ഓരോരുത്തർക്കും എന്താഗ്രഹങ്ങൾ വേണമെങ്കിലും, എന്തിനു വേണമെങ്കിലും ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 11-11 ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് ഞാൻ ആഗ്രഹിച്ച പോലുള്ള ഒരു സ്വപ്ന ഭവനം നേടിയെടുത്തതിന് നന്ദി. വിവാഹം നടക്കാത്തവർക്കാണെങ്കിൽ എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിച്ചതിന് നന്ദി. ഞാൻ മനസ്സിൽ കണ്ടതുപോലുള്ള ഒരു വിവാഹ ജീവിതം എനിക്ക് ലഭിച്ചതിന് നന്ദി. ആ രീതിയിൽ കൊടുക്കാം.
പണമാണ് ആഗ്രഹം എന്നുള്ളതിന് എനിക്ക് ഇത്ര രൂപ ലഭിച്ചതിന് നന്ദി. കരിയറിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകണം എന്നുള്ളവർക്കാണെങ്കിൽ ആ രീതിയിൽ എഴുതാം. ഇപ്പൊ ഒരു മാസം എനിക്ക് 50,000 രൂപ സാലറി ലഭിച്ചതിന് നന്ദി, അല്ലെങ്കിൽ 1,00,000 rupees ലഭിച്ചതിന് നന്ദി. അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കുക. അപ്പൊ എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു വാഹനം വാങ്ങണം എന്നുള്ളതാണെങ്കിൽ അത്, വീട് വെക്കണം എന്നുള്ളതാണെങ്കിൽ അത്, വിവാഹമാണെങ്കിൽ അത്, ഇനി സെൽഫ് ഹീലിംഗിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം. നമ്മൾ ആകെ ഒരു മൂഡ് ഓഫ് ആണ്, നമുക്ക് മൊത്തത്തിൽ ഒരു എന്താ പറയണ ഒരു പോസിറ്റിവിറ്റി ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ ആത്മവിശ്വാസമുള്ളവളായി മാറിയതിന് നന്ദി, ഞാൻ പോസിറ്റീവ് ആയിരിക്കുന്നതിന് നന്ദി എന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി ഇതൊക്കെ എഴുതി നമ്മൾ 11 തവണ എഴുതുന്നു. ഒറ്റ സെന്റൻസ് ആയിട്ട് നമ്മൾ ആ കാര്യം പറയുന്നു. അതിന്റെ കൂടെ നന്ദി എന്ന വാക്ക് എഴുതാനായിട്ട് മറക്കരുത്. അത് നമ്മൾ 11 തവണ എഴുതിയതിന് ശേഷം നമ്മളത് കണ്ണുകൾ അടച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ ഈ എഴുതുമ്പോൾ, അത് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീൽ അതിലേക്ക് കൊടുക്കണം, ആ ഹാപ്പിനെസ് അതിലേക്ക് കൊടുക്കണം. അത് മസ്റ്റ് ആണ്. ഈ ഹാപ്പിനെസ് അതിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത് എഴുതുന്നതിന് മുമ്പ് വെറുതെ ഓടി വന്നിട്ട് 11 ടൈമായി, 11:10 നമ്മൾ അലാറം വെച്ചു, അല്ലെങ്കിൽ 11:05 അലാറം വെച്ചു, വേഗം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി വന്ന് ബുക്ക് എടുത്ത് അങ്ങനെ നമ്മൾ ആർക്കോ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുന്നത്, ഇപ്പൊ ഒരു അസൈൻമെന്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വെറുതെ അത് ചെയ്യാതെ അതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണം. അതായത് നമുക്ക് നടക്കില്ല എന്ന് കരുതുന്ന ഒരു കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ സാഹചര്യം പ്രതികൂലമാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മൊത്തം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ചുറ്റുവട്ടത്ത് ഉള്ളതെന്ന് ഇരിക്കട്ടെ, സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞില്ലേ, എന്ത് പ്രതികൂല സാഹചര്യമാണെങ്കിലും നമുക്കതിനെ പോസിറ്റീവാക്കി മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ചിലർക്കാണെങ്കിൽ ചില മ്യൂസിക് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സൊന്ന് കൂളാകും, ഇല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഒരു ബ്രീത്ത് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് ഇത് എഴുതുന്നതെങ്കിൽ വളരെ എഫക്റ്റീവ് ആകും. ഓക്കെ, അപ്പൊ അത് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ ആ ഒരു ഇത് എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക, ഇപ്പോൾ എന്റെ മനസ്സ് കൂളാണ്, എനിക്ക് ആ ഒരു ഇത് ലഭിക്കുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യാം. കാരണം നമ്മൾ തന്നെ ഇത് എഴുതുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഓ എന്റെ ഈ ഒരു ആഗ്രഹം നടന്ന് കഴിയുമ്പോഴുള്ള ഒരു സന്തോഷം എന്താന്നുള്ളത് സ്വയം അങ്ങ് ഫീൽ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അത് എഴുതുക. ഓക്കെ, ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് ആ ഇമോഷൻ കൊടുത്തുകൊണ്ട്, ആ പോസിറ്റീവായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങളത് എഴുതുക. ഇങ്ങനെ എത്ര ദിവസം എഴുതണം എന്ന് വെച്ചാൽ 11 ദിവസം എഴുതണം. 11 ദിവസം എഴുതിയതിനു ശേഷം ലെറ്റ് ഗോ ആണ്. അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യം നമ്മൾ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ അത് വായിക്കാമോ, വിഷ്വലൈസ് ചെയ്യാമോ, അഫർമേഷൻ പറയാമോ എന്നൊക്കെ. ലെറ്റ് ഗോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ, നമ്മളത് വിട്ടുകൊടുക്കുകയാണ്. ആർക്ക്? പ്രപഞ്ചത്തിലേക്ക്. യൂണിവേഴ്സിനോട് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടു, യൂണിവേഴ്സ് അത് കേട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ അർഹിക്കുന്ന ടൈം എപ്പോഴാണോ, നിങ്ങൾക്ക് എപ്പോഴാണ് യഥാർത്ഥത്തിൽ അത് കിട്ടേണ്ട ടൈം എന്നുള്ളത് യൂണിവേഴ്സിന് അറിയാം. ആ ടൈമിൽ യൂണിവേഴ്സ് അത് 100% നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തന്നിരിക്കും. നോ ഡൗട്ട്, അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പൊ നമ്മൾ ആ റിസീവിംഗ് മോഡിലാണ് പിന്നീട് ഇരിക്കേണ്ടത്. അതെന്ന് എപ്പോന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് എന്താ പറയാ, നമുക്ക് അർഹിക്കുന്ന ഒരു ടൈമിൽ അത് യൂണിവേഴ്സ് കൊണ്ടേ തരും. അത് ആരിലൂടെ, ഏത് വ്യക്തിയിലൂടെ, ഏത് സാഹചര്യത്തിലൂടെ, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ആ റിസീവിംഗ് മോഡിൽ നമ്മൾ ആ ഹാപ്പിനെസ്സിൽ നമ്മളിങ്ങനെ ജീവിച്ചങ്ങ് പോവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് പിന്നെ അത് വീണ്ടും വിഷ്വലൈസ് ചെയ്യേണ്ടതോ അഫർമേഷൻ പറയേണ്ടതോ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇത് എന്തുകൊണ്ടാണ് അത് വീണ്ടും നമ്മൾ അഫർമേഷൻ പറയുക, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. എനിക്കിപ്പോഴും അത് കിട്ടിയിട്ടില്ലല്ലോ എന്ന ഒരു ചിന്ത മനസ്സിൽ വന്നാൽ വീണ്ടും ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഡിലേ ആകും. അതുകൊണ്ടാണ് ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വീണ്ടും വായിക്കേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ട് വീണ്ടും വായിച്ചു അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തു എന്ന് വെച്ചിട്ട് അതിനകത്ത് തെറ്റൊന്നുമില്ല. നമുക്ക് വീണ്ടും നമ്മൾ ഇപ്പോഴും ആ റിസീവിംഗ് മോഡിൽ തന്നെയാണ്, എനിക്കത് ഉറച്ച വിശ്വാസമുണ്ട് യൂണിവേഴ്സ് തരും എന്നുള്ള ആ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അഫർമേഷൻ പറയണേലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ചിലർക്കെങ്കിലും വീണ്ടും ഇത് അഫർമേഷൻ പറയുമ്പോഴും വീണ്ടും വായിക്കുമ്പോഴും അയ്യോ അപ്പൊ എനിക്ക് ഇതുവരെ അത് ലഭിച്ചിട്ടില്ലല്ലോ, ഇത്രയും നാളായല്ലോ എന്നൊരു ചിന്ത വന്നാൽ പിന്നെയും അത് ഡിലേ ആകും. നമ്മൾ യൂണിവേഴ്സിനെ പരീക്ഷിക്കുന്ന പോലെയായി മാറും. അതുകൊണ്ടാണ് പിന്നെ അത് ലെറ്റ് ഗോ ചെയ്തേക്കുക, അത് നിങ്ങൾക്ക് കിട്ടും. ഇനി ഞാൻ പറയാം, ഞാൻ നേടിയെടുത്തത് കേൾക്കുന്നവരെ സംബന്ധിച്ച് അയ്യേ ഇത്രയും ചെറിയൊരു കാര്യത്തിനാണോ എന്ന് തോന്നും. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ഡിസംബറിൽ ഭയങ്കരമായിട്ടുള്ള മുടികൊഴിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതിനകത്ത് ഫോട്ടോ കാണിക്കാം. അത്ര അധികം ഒരു കൊട്ട മുടിയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ കാര്യമൊന്നുമില്ല, അത്ര അധികം മുടി എന്നുള്ളതിലൊന്നും അല്ല, പക്ഷെ എങ്കിലും
ഉപയോഗിക്കുന്ന എണ്ണ അല്ലെങ്കിൽ ആ ഒരു ഹെയർ കെയർ എങ്ങനെയാന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് വലിയ എന്താ പറയണേ, അവലാതിയോ അല്ലെങ്കിൽ ആകുലത അല്ലെ, ആകുലതപ്പെടുന്ന ആളൊന്നും ആയിരുന്നില്ല ഞാന്. ഓക്കെ, അത്ര വലിയ കെയറിങ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എന്നിലെ ഏറ്റവും ഞാൻ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്റെ മുടി എന്ന് പറയുന്നത്. അപ്പൊ അത് അത്രയും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പൊ ഓൾറെഡി തൈറോയ്ഡ് ഉണ്ടായിരുന്നോണ്ട് തന്നെ ഞാൻ പോയിട്ട് തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്തു. 3 മാസം കൂടുമ്പോൾ ചെയ്യുന്നതാണെങ്കിലും ചെയ്തു, ഡോക്ടറെ കണ്ടു, നോർമൽ ആണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കി തൈറോയ്ഡ് ഓക്കെയാണ്, പിന്നെ ബാക്കി HB ഓക്കെയാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും, അതുപോലെ ഷുഗർ, പ്രഷർ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇത് എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോഴാണ് അനുവിന്ദ് സാറിന്റെ ഒരു വീഡിയോയില് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് അദ്ദേഹം മുടി വളർന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ തീർച്ചയായിട്ടും ഞാനും അത് അപ്ലൈ ചെയ്തു. ഈ പറയുന്ന 11-11 ടെക്നിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എന്റെ മുടി ഉള്ളോടുകൂടി കരുത്തോടുകൂടി വളരുന്നതിന് നന്ദി. അപ്പൊ ഞാൻ പിന്നെ എന്റെ ഒരു ഭാവനയില് എന്റെ പഴയ ആ ഒരു പിക്ചർ കാര്യങ്ങളൊക്കെ ഞാൻ വാൾപേപ്പർ ആയിട്ട് വെക്കാൻ തുടങ്ങി. അത് കാണാനായിട്ട് തുടങ്ങി, വിഷ്വലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി, പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരുന്നു കൊണ്ട് അങ്ങനെ നോക്കി. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം ഡിസംബർ, ജാനുവരി, ഇപ്പൊ ഒരു ഫെബ്രുവരി, കഴിഞ്ഞ 2 ദിവസം മുമ്പ് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ്. അപ്പൊ ആദ്യത്തെ ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഇത് എടുക്കുമ്പോൾ പിന്നെയും ടെൻഷൻ ആവുമല്ലോ എന്ന് കരുതിക്കൊണ്ട്. അപ്പൊ ഈ 11-11 ടെക്നിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഫോട്ടോ എടുക്കുന്നത്. ഇപ്പൊ ഇത്ര മാത്രം മുടിയാണ് എന്നിൽ നിന്നും പോകുന്നുള്ളൂ, നഷ്ടപ്പെടുന്നുള്ളൂ. അപ്പോ അതിന് ഒരുപാട് എന്താ പറയണേ, യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദി അതിനകത്ത് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കേൾക്കുന്നവർക്ക് ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെയാണോ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്തേന്ന് തോന്നും. ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ, ശരിയാണ്, വലിയ കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ കോൺഫിഡൻസിനെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ മുടി പൊഴിയാന്നുള്ളത്. കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്നിൽ നിന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത് അറിയാലോ അല്ലെ. അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിൽ ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ, അയ്യോ ഇതൊക്കെ എങ്ങനെയാ ഞാൻ പറയുക എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ സക്സസ് സ്റ്റോറി തീർച്ചയായിട്ടും നിങ്ങൾ പറയൂ, നിങ്ങൾ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ അയച്ചു തരൂ. തീർച്ചയായിട്ടും അത് വീഡിയോയിൽ ഉൾപ്പെടുത്താം. മറ്റൊന്നുമല്ല, കാണുന്ന ആളുകൾക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ട് എന്ന് അവർക്കും കൂടി ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്